ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമ്മൾ ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയറിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫെബ്രുവരി തീർന്നു. അപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസത്തിലെ അവസാനത്തെ ഭാഗമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ സ്വരാജ് ട്രോഫി 2023-24 വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതായിരുന്നു? മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് അവാർഡ് കിട്ടിയത് എവിടെയായിരുന്നു? പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ വെളിയന്നൂര്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഗുരുവായൂര്. കഴിഞ്ഞ വർഷം ഗുരുവായൂർ തന്നെയായിരുന്നു. കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം. അപ്പം ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഫെബ്രുവരി മാസത്തിലെ തന്നെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. അപ്പം ഇനി നമുക്ക് ഡൽഹിയിലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ കണ്ടത്. അവസാനം ആം ആദ്മി ഇപ്പം കംപ്ലീറ്റ്ലി എന്തായിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അപ്പം അങ്ങനെ പുതിയൊരു മന്ത്രിസഭയൊക്കെ അവിടെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. അപ്പം നേരെ അങ്ങോട്ട് തന്നെ പോകുന്നത്. ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര്? രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ നാലാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഓർത്തിരിക്കണേ, രേഖാ ഗുപ്ത. അപ്പൊ ഡൽഹിക്ക് ഒരു ഉപമുഖ്യമന്ത്രിയും കൂടെ ഉണ്ട്. ഉപമുഖ്യമന്ത്രിയാണ് ആര്? ഉപമുഖ്യമന്ത്രിയാണ് പർവേഷ് ശർമ്മ. അപ്പൊ ഡൽഹിയുടെ സ്പീക്കർ ആരാന്ന് ചോദിച്ചാലോ? ഡൽഹിയുടെ സ്പീക്കറാണ് വിജേന്ദ്ര ഗുപ്ത. ആരാണ്? വിജേന്ദ്ര ഗുപ്ത. പിന്നെ ഒരു കാര്യം കൂടെ നമ്മളിപ്പോൾ ചോദ്യം കൊണ്ട് മനസ്സിൽ വന്നു കാണും. അപ്പോൾ ഓപ്പോസിഷൻ ലീഡർ ആരാണെന്നല്ലേ? ഡൽഹിയിലെ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ്, ഉപമുഖ്യമന്ത്രി പർവേഷ് ശർമ്മയാണ്, സ്പീക്കർ വിജേന്ദ്ര ഗുപ്തയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിഷൻ ലീഡറായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാണെന്ന് പറയുമ്പോൾ ഡൽഹിയിലെ നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്ന അതിഷി സിംഗ് ആണ്. നമുക്കറിയാം, ഇടയ്ക്ക് ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അതിഷി സിംഗ്. ഓർത്തിരിക്കുമല്ലോ, അതിഷി സിംഗ് ആണ് അവിടുത്തെ പുതിയ ഓപ്പോസിഷൻ ലീഡർ. അടുത്ത ചോദ്യം നോക്കൂ. രഞ്ജി ട്രോഫിയുടെ സെമിയിൽ കേരളത്തിനായി സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റ്സ്മാനാണ് മുഹമ്മദ് അസറുദ്ദീനാണ് രഞ്ജി ട്രോഫി സെമിയിൽ കേരളത്തിനായിട്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റ്സ്മാൻ. അടുത്ത, ഗൂഗിളിന്റെ അനന്ത എന്ന ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഗൂഗിളിന്റെ അനന്ത എന്ന ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചത് ബാംഗ്ലൂർ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇത് കൊടുത്തേക്കാം, ചുവന്ന കളറിൽ കൊടുത്തേക്കുന്നത്, ഇവിടെയും ചുവന്ന കളറിൽ കൊടുത്തേക്കുന്നത്. അതിന്റെ കളർ കണ്ട് ഗൂഗിളിന്റെ അനന്ത എന്ന ക്യാമ്പസ് ആണ് ബാംഗ്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ക്യാമ്പസിന്റെ പേരാണ് അനന്ത. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് മനു ഭാക്കറിനാണ്. അപകരം ഷൂട്ടിംഗ് താരമാണ്. BBC 2024 സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം. നീതി ആയോഗിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന സംസ്ഥാനമായി നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം വന്നത് ഏറ്റവും മുന്നിലുള്ളത് കേരളമാണ്. ട്രാൻസ്ജെൻഡർ പ്രതിഭകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഇത്. പദ്ധതികളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാ. ട്രാൻസ്ജെൻഡേഴ്സിനാണ് എന്താണ് അതിന്റെ പ്രത്യേകത? സാമ്പത്തിക സഹായം ആരാണ് നൽകുന്നത്? സംസ്ഥാന സാമൂഹിക നീതി വകുപ്പാണ് നൽകുന്നത്. പദ്ധതിയുടെ പേര് പ്രതിഭ. ഓർത്തിരിക്കുമല്ലോ, പ്രതിഭ, ട്രാൻസ്ജെൻഡർ, സാമ്പത്തിക സഹായം, സാമൂഹിക നീതി വകുപ്പ്. ഇത്രയും കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാണ് KPP ശങ്കരൻ.
2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് KPP ശങ്കരൻ. ജ്ഞാനപ്പാന KPP ശങ്കരൻ. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ജ്ഞാനപ്പാന, പനയോല എന്നൊക്കെ നമ്മൾ പറയില്ലേ, പനയോല വെച്ച് PP ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ എങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. 2025 ജ്ഞാനപ്പാന ഓലപ്പിപ്പി എന്ന് ഓർത്തിരിക്കരുത്, KPP ശങ്കരൻ. ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം ഞാനിതും കൂടെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ അത് കയറി കാണാം. ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കിട്ടിക്കോളും. അപ്പം ജ്ഞാനപ്പാന പുരസ്കാരം KPP ശങ്കരൻ. അടുത്തത് 2025 ദേശീയ പാരാലിമ്പിക് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഹരിയാനയാണ്. ഹരിയാന 25 ദേശീയ പാരാലിമ്പിക് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഹരിയാനയാണ്. ഹരിയാന. അടുത്ത ചോദ്യം നോക്കൂ. സ്ത്രീകൾക്ക് കുട്ടികൾക്കുമായി ആദ്യ സൗജന്യ ബസ് യാത്ര നടത്തിയ കേരളത്തിലെ സ്ഥലമാണേത്? തൃപ്പങ്ങോട്, മലപ്പുറം. തൃപ്പങ്ങോട്, മലപ്പുറമാണ് സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ആദ്യ സൗജന്യ ബസ് യാത്ര ആരംഭിച്ചത്. മലപ്പുറം ജില്ലയിലാണെന്നെങ്കിലും എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഓക്കെ. PSCയുടെ മ്യൂസിയം നിലവിൽ വരുന്നത്. PSCക്ക് മ്യൂസിയം ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ PSCയുടെ മ്യൂസിയം എവിടെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്? ഉറപ്പായിട്ടും അതിൻ്റെ ആസ്ഥാനത്തായിരിക്കും. അതാണ് പട്ടം PSC ആസ്ഥാനം. പട്ടം PSC ആസ്ഥാനമാണ് PSCയുടെ മ്യൂസിയം. അപ്പോൾ നമ്മളായിരിക്കും PSC മ്യൂസിയത്തിൽ എന്തായിരിക്കും വരുന്നതെന്നല്ലേ? എന്തൊക്കെയായിരിക്കും? വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്കറിയത്തില്ല എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന്. അടുത്ത ചോദ്യം നോക്കി. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയേറ്റത് V അനന്ത നാഗേശ്വരനാണ് കേട്ടോ. അന്ന് സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഉപദേശം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലതുപോലെ അനന്തമായ അറിവുണ്ടാവണ്ടേ? നല്ല അനന്ത നാഗേശ്വരൻ എന്ന് ഓർത്തിരിക്കുക. അനന്തമായ അറിവ് വേണം സാമ്പത്തികത്തിൽ ഉപദേശങ്ങൾ കൊടുക്കാൻ. അപ്പം ജസ്റ്റ് കോഡ് ചെയ്ത് വെക്കുക. അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ജർമ്മനിയുടെ ചാൻസലറായി നിയമിതനാകാൻ പോകുന്നത് ഫ്രെഡറിക് മോർസ് ആണ്. ഫ്രെഡറിക് മോർസ് ആണ് ജർമ്മനിയുടെ പുതിയ ചാൻസലർ. ഫ്രെഡറിക് മോർസ്. ഓർത്തിരിക്കല്ലോ, മോർസ്. അടുത്ത ചോദ്യം നോക്കൂ. ഞാൻ എന്തെങ്കിലും കോഡ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചതാ. എൻ്റെ മനസ്സിൽ കോഡൊന്നും വന്നില്ല. അടുത്ത് നോക്കൂ. ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത്. നമ്മൾ ഓൾറെഡി മുമ്പേ പറഞ്ഞു, പ്രതിപക്ഷ നേതാവായിട്ട് വന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അതിഷി സിംഗ് ആണെന്ന്. അപ്പം ഇത് ഓൾറെഡി നമ്മൾ ആ ചോദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത് അതിഷി സിംഗ് ആണ്. അതിഷി സിംഗ്. ഓക്കെ, അതിഷി സിംഗ്. അടുത്ത ചോദ്യം നോക്കൂ. പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായുള്ള പദ്ധതിയാണ് കേട്ടിക്ക. നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ ഒരു പദ്ധതി പറഞ്ഞു, ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രതിഭ എന്ന് പറയുന്ന ഒരു പദ്ധതി. എന്തായിരുന്നു പ്രതിഭ? പ്രതിഭ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായമാണെന്ന് നമ്മൾ പറഞ്ഞത്. ആരാണ്? സാമൂഹിക നീതി വകുപ്പിന്റെയാണ് ട്രാൻസ്ജെൻഡർക്കുള്ള പദ്ധതിയാണ് പ്രതിഭ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഏതാണ്? കേട്ടിക്കിനെ കുറിച്ചാണ്. കേട്ടിക്ക് എന്ന് പറയുമ്പോൾ അത് പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ളതാണ്. അവർക്ക് എന്താണ്? സംരംഭകത്വത്തിനുള്ള ഒരു പദ്ധതിയാണ് ഏത്? കേട്ടിക്ക്. കേട്ടിക്കിന്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീ. K എന്ന് പറയുമ്പോൾ കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ എന്നാണ്. ട്രൈബൽ എന്റർപ്രൈസസ് എന്ന് ഒരു ഒറ്റ വാക്കിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും TEIC എന്ന് വായിക്കല്ലേ? ഇങ്ങനല്ല. ടിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ടിക്ക് ഇങ്ങനെയല്ലേ ഇരുന്ന്, അതുപോലെ തന്നെ ഓർത്തത്. പക്ഷെ ട്രൈബൽ എന്റർപ്രൈസസ് എന്നുള്ള ഒറ്റ വേർഡായിട്ട് കണക്ട് ചെയ്യണം. കുടുംബശ്രീയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പദ്ധതി. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യക്ക് പുറത്ത് റഷ്യയിൽ നിർമ്മിച്ച് കമ്മീഷൻ ചെയ്യുന്ന അവസാന യുദ്ധക്കപ്പലാണ് തമാൽ. അപ്പം ഇതിനു മുമ്പ് ധാരാളം യുദ്ധക്കപ്പലുകൾ എല്ലാം മിക്കവാറും എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഇന്ത്യക്ക് വെളിയിലാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ അവസാനത്തെ യുദ്ധക്കപ്പലാണ് ഏത്? തമാൽ. റഷ്യയിലാണിത് നിർമ്മിക്കുന്നത്. അപ്പം തമാലാണ് ഇന്ത്യക്ക് പുറത്ത് റഷ്യയിൽ നിർമ്മിച്ച് കമ്മീഷൻ ചെയ്യുന്ന അവസാന യുദ്ധക്കപ്പൽ
ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. കാരണം ഇത് അവസാനത്തെ ഇതായതുകൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തെ കാര്യമായതുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. 2025 ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ഭാനു മുസ്താഖിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് മാത്രമല്ല, ഭാഗ്യമുണ്ട്, ഹാർട്ട് ലാമ്പ്. ഓർത്തിരിക്കുമല്ലോ, ഹാർട്ട് ലാമ്പ്. അതായത് ഭാനു മുസ്താഖിന്റെയും എന്താണ് ഇതിന്റെ പ്രത്യേകത? 2025 ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ബുക്കർ പ്രൈസ് ലിസ്റ്റിൽ ഇടം നേടിയെന്ന് ഓർത്തിരിക്കുക. അതിന്റെ ഭാനു മുസ്താഖിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. ഇത് കന്നഡയിൽ നിന്നും ഇംഗ്ലീഷിലേക്കാണ് പരിഭാഷപ്പെടുത്തിയത്. ആരാണെന്നറിയാമോ കന്നഡയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ദീപാ ഭസ്തിയാണ് ഈ കന്നഡയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇപ്പൊ ബുക്കിന്റെ പേര് ഓർത്തിരിക്കുക. ഒന്ന് പേരെങ്ങനെയായിരുന്നു? ഭാനു മുസ്താഖ്. ഓർത്തിരിക്കേണ്ട പേരുകളാണ് ഭാനു മുസ്താഖ്, ദീപാ ഭസ്തി. അപ്പൊ ഇവരുടെയാണ് ഈ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത് ബുക്കിന്റെ പേര്. ഇത് കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? ദീപാ ഭസ്തി. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. വെനസ്വേലയിലെ പാവങ്ങളുടെ ഡോക്ടർ, വെനസ്വേലയെന്നാട്ടോ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. വെനസ്വേലയിലെ പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഗ്യുസേപ്പെ ഗ്രിഗോറിയോ ഫെർണാണ്ടസ്, ഇറ്റലിയിലെ വാഴ്ത്തപ്പെട്ട അഭിഭാഷകൻ ബെർത്തുലെ ലോങ്കോ എന്നിവർ വിശുദ്ധ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഈ അടുത്തിടയ്ക്ക് പ്രഖ്യാപിച്ച വിശുദ്ധ പദവി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഉൾപ്പെട്ട രണ്ടുപേരാണ് ഇത്. വെനസ്വേലയിലെ പാവങ്ങളുടെ ഡോക്ടർ, ഇത് വെനസ്വേലയെന്ന് വായിക്കണേ, വെനസ്വേലയിലെ പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഗ്യുസേപ്പെ ഗ്രിഗോറിയോ ഫെർണാണ്ടസ്. വലിയ പേരാ. എന്ത് ചെയ്യാൻ, അവരുടെ പേരുകൾ അത്ര വലുതായിട്ടല്ലേ ഇടുന്നത്. ഇറ്റലിയിലെ വാഴ്ത്തപ്പെട്ട അഭിഭാഷകൻ എന്നറിയപ്പെടുന്ന ബെർത്തുലെ ലോങ്കോ. അപ്പം രണ്ടുപേരാണ്, ഇറ്റലിയിൽ നിന്നും വെനസ്വേലയിൽ നിന്നുമുള്ള രണ്ട് വ്യക്തികളെയാണ് വിശുദ്ധ പദവിയിലേക്ക് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കണേ, ഈ രണ്ട് പേരുകളും. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം ഇല്ല. അപ്പം നമ്മൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നുകൂടെ പറയണോ? ഇപ്പം ആദ്യം തൊട്ട് പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു പോയത്. നമ്മൾ ഡൽഹിയിലെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഡൽഹിയിലെ എന്താണ്, പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു. അതില് പുതിയ മുഖ്യമന്ത്രിയായിട്ട് ആര് ചുമതലയേറ്റിട്ടുണ്ട്? രേഖാ ഗുപ്തയാണ് പുതിയ മുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രി പർവേഷ് ശർമ്മ. ഓർത്തിരിക്കണേ. ജസ്റ്റ് പറഞ്ഞു പോകും, അല്ലെങ്കിൽ വായിച്ചു പോകൂ, അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഇത് ഇരിക്കത്തില്ല. ഡൽഹിയുടെ പുതിയ സ്പീക്കറാണ് ആര്? വിജേന്ദ്ര ഗുപ്തയാണ് പുതിയ സ്പീക്കർ. അടുത്ത് നമ്മൾ പറഞ്ഞത് ഗൂഗിളിന്റെ അനന്ത എന്ന ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചത് ബാംഗ്ലൂരാണ്. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? മനു ഭാക്കർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളം. നീതി ആയോഗിന്റെ റിപ്പോർട്ടാണ്. അടുത്ത നമ്മൾ പ്രതിഭ പറഞ്ഞു. എന്നാൽ ട്രാൻസ്ജെൻഡർ പ്രതിഭകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ. അതിന്റെ കൂടെ നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞായിരുന്നു പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എന്തായിരുന്നു? കേട്ടിക്ക് അല്ലെ, സംരംഭകമാണ് അത്. സംരംഭക പദ്ധതിയാണ് കേട്ടിക്ക്, കുടുംബശ്രീ വഴിയുള്ള പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ്. ഇത് ട്രാൻസ്ജെൻഡർ പ്രതിഭകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? പ്രതിഭ. 2025 ജ്ഞാനപ്പാന, നമ്മൾ പറഞ്ഞ ഓലപ്പിപി അല്ലേ, ഓലപ്പിപി ജ്ഞാനപ്പാന് ആരാണ്? KPP ശങ്കരൻ. 2025 ദേശീയ പാരാലിമ്പിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കൾ ആരായിരുന്നു? ഹരിയാന. അടുത്ത ബസ് യാത്ര, ഫ്രീ ആയിട്ട് ബസ് യാത്ര കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് തൃപ്പങ്ങോട്, മലപ്പുറം. PSCയുടെ മ്യൂസിയം എവിടാണ്? പട്ടം. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, നമ്മൾ പറഞ്ഞു സാമ്പത്തികത്തിൽ ഉപദേശം നൽകണമെങ്കിൽ അനന്തമായ അറിവ് വേണം അല്ലെ, അനന്ത നാഗേശ്വരൻ. ജർമ്മനിയുടെ ചാൻസലറായി നിയമിതനാകാൻ പോകുന്നതാണ് ഫ്രെഡറിക് മോർസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവ് അതിഷി സിംഗ്.
കേട്ടിക്ക് പറഞ്ഞു. ഇന്ത്യയുടെ പുറത്ത് നിർമ്മിച്ച ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, നിർമ്മിച്ച് കമ്മീഷൻ ചെയ്യുന്ന അവസാന യുദ്ധക്കപ്പലാണ് തമാൽ. പിന്നെ ബുക്കർ പ്രൈസിൽ ഇടം നേടിയ ഫാനു മുസ്താഖിന്റെ ചെറുകഥയാണ് ഹാർട്ട് ലാമ്പ്. അത് കന്നഡയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ദീപ ഭസ്തി. അടുത്ത വെനസ്വലയിലെ പാവങ്ങളുടെ ഡോക്ടർ ജോസേപ്പോ ഗ്രിഗേറിയോ ഫെർണാണ്ടസ്. ഇറ്റലിയിലെ വാഴ്ത്തപ്പെട്ട അഭിഭാഷകൻ ബർത്തലെ ലോങ്കോ. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ അടുത്തിടയ്ക്ക് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്നുകൂടെ വായിച്ചു നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ PDF നമ്മൾ ടെലഗ്രാമിൽ ഇടുവേ. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, പക്ഷെ നമുക്കിവിടെ ലിങ്ക് കൊടുക്കാനുള്ള ഇതായിട്ടില്ല. കാരണം യൂട്യൂബിന് അങ്ങനത്തെ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് നമ്മൾ ഏതോ വീഡിയോയുടെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന് എന്താ ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ചാനലൊക്കെ ഗ്രോ ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിൽ കിടക്കുന്ന നോട്ടുകളും PDF-കളും ഒക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.